ഒന്ന് ചിന്താഗതി മാറ്റാം. പിന്നെ ഒരു പണിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ പണിയോടെ കിടക്കുന്നുണ്ട്, ആ പണി ഞാൻ പറഞ്ഞുതരാം. ഒരു ചിന്താഗതി മാറ്റാം. അള്ളാഹു നമ്മുടെ മെഹബൂബാണ്, അള്ളാഹുവിന് നമ്മളും മെഹബൂബാണ്. നരകല്ലേ ഉണ്ട്, സ്വർഗണ്ടോ ഉണ്ട്. സ്വർഗം വലിയ വിഷയമല്ലേ? ആണ്. നരകം വലിയ ഗൗരവല്ലേ? അതുമാണ്. എനിക്കത് രണ്ടും ബാധകാവില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്കിടയിലെ ബന്ധം മഹബത്താണ്. ഞങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അത് മഹബത്താണ്. ഈമാന്റെ അടിത്തറ മഹബത്താണ്. എന്തല്ല? നരകത്തിന് പേടിയല്ല. നരകം സ്വർഗം എന്ന് പറയുന്നത് ഒരു പരിധിയിലുള്ള സംഗതിയാണ്. പക്ഷെ അള്ളാഹുവിന് നമ്മുടെ ബന്ധത്തിന് യാതൊരു പരിധിയുമില്ല. ഇനി ഒരു പ്രശ്നം അവിടെ വാക്യോ പറഞ്ഞാൽ നല്ലവണ്ണം ചിന്തിക്കുക. ഇപ്പൊ നോമ്പ് കഴിഞ്ഞു, നരകത്തെ ഭയപ്പെട്ടവൻ തെറ്റ് തുടങ്ങി. കാരണം ഈ റമദാനിൽ മുഴുവനും അവൻ പൊട്ടിക്കരഞ്ഞു, നരകത്തിനെ ഒഴിവാക്കി. സ്വർഗവും ഉറപ്പിച്ചു. എന്തുകൊണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന് എത്ര തവണയാ പറഞ്ഞ കണക്കില്ല. അള്ളാഹു മാപ്പ് കൊടുക്കുന്നവനായതുകൊണ്ട് എത്ര വട്ടാ മാപ്പ് ചോദിച്ചത്? മാപ്പ് കിട്ടിയിട്ടുണ്ടാവും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇന്നവൻ ഊട്ടിയിലാണ്. മിനിഞ്ഞാന്ന് പെരുന്നാളിൽ കഴിഞ്ഞ് ഭാര്യയുടെ വീട്ടിൽ പോയി ലക്ഷം ചോറ് അവിടുന്ന് കഴിച്ച് അവളെ വീട്ടിലാക്കി. സ്കൂളില്ല, വെക്കേഷനാണ്. മദ്രസയില്ല, അറുന്നോമ്പല്ലാതെ തുറക്കില്ല. അവൾക്കാട്ടെ ഏട്ടത്തിനെയും അഞ്ചത്തിനെയൊക്കെ കിട്ടിയ സന്തോഷമാണ്. ഞാൻ 2 ദിവസം ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് അവൻ പോയതാണ്. ചങ്ങായിൻ്റെ കൂടെ പോയതാണ്, അല്ലെങ്കിൽ ചങ്ങാതിമാരെ സെറ്റിൽ പോയതാണ്. അങ്ങനെ പോയി, ഊട്ടി പോയി, വെല്ലിംഗ്ടൺ പോയി, അങ്ങനെ മല കയറിപ്പോയി. അവിടെ ഏതോ റിസോർട്ടിൽ, പ്രകൃതി രമണീയമായ റിസോർട്ടിൽ ആളാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് ഇന്ന് ജുമാ ഇല്ല. എന്തേ? ജുമാക്ക് ഇവിടെ പരിസരത്തൊന്നും ജുമാഅത്ത് പള്ളിയില്ല. അതിനൊരു വല്ലാത്തൊരു ദുഃഖവുമില്ല. എന്തുകൊണ്ട്? എന്താ ദുഃഖമില്ലാത്തത്? എല്ലാം അവൻ അള്ളാഹിനോട് മാപ്പ് പറഞ്ഞ് ക്ലിയർ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ചെറിയ തെറ്റൊക്കെ വരാലോ. ഇന്നോന് ജുമാ ഇല്ല. അവനെന്നത് ഒരു സംഘാണ്. എത്രയോ അവനുമാർക്ക് ഇന്ന് ജുമാ ഇല്ല. പള്ളിയില്ല, ജുമാ ഇല്ല, ഒന്നുമില്ല. അതിനൊരു വിഷമവും ഇല്ല. എന്തുകൊണ്ട്? മിനിഞ്ഞാന്ന് വരെ കരഞ്ഞതിന് കണക്കില്ല, മിനിഞ്ഞാന്ന് വരെ ദുഃഖിച്ചതിന് കണക്കില്ല. അപ്പോൾ പിന്നെ ഇന്നൊരു ജുമാ പോയതിനൊരു വിഷമവും ഇല്ല. അവൻ ഭയപ്പെട്ടത് നരകത്യ, അവൻ കൊതിച്ചത് സ്വർഗത്യ. അവിടെ വിഷയം. നരകത്തെ ഭയപ്പെട്ടവരെല്ലാം ഇപ്പോൾ തെറ്റ് തുടങ്ങിയിട്ടുണ്ട്. കാരണം നരകം പൂർണ്ണമായി ഒഴിവായി കഴിഞ്ഞു റമദാൻ അവസാനത്തോടുകൂടി. തെറ്റ് തുടങ്ങാലോ. ഇതൊരു 4ാം ക്ലാസ് വഴിപ്പെടുക. അത് ഈമാന്റെ ഹലാവ അതിലില്ല. ഈമാൻ മഹബത്താണ്, ഇത് ഖൗഫാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്താവുന്ന ഒരു സ്റ്റേജാണ്. വലിയ ഉദ്യോഗസ്ഥനാകണമെന്ന് കുട്ടിക്കാലം മുതലേ ആഗ്രഹം ഒരു കുട്ടിക്ക്. അവൻ പാഠം പഠിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഒരു കുട്ടിക്ക് ഉദ്യോഗസ്ഥനാണെന്നൊന്നുമില്ല. പഠിക്കാൻ പറഞ്ഞയച്ചതുകൊണ്ട് പഠിക്കണം. ഈ 2 കുട്ടികൾക്കിടയിലെ വ്യത്യാസം എന്താണ്? ശ്രദ്ധിക്കണേ. ഒരു കുട്ടിക്ക് വലിയ ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ പഠിക്കണം. പഠനവന് അത്ര ഇഷ്ടം. എന്തുകൊണ്ട്? അവന് വലിയൊരു കലക്ടറാകണം. രണ്ടാമത്തെ അവൻ ചെറ്റപ്പൊയ്യണ വരുന്നു. ഉമ്മ പറഞ്ഞിട്ടുണ്ട് കലക്ടറായി കാണാൻ എനിക്ക്. അപ്പൊ ഉമ്മ എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്.
ഉമ്മാനെ ഓർക്കുമ്പോഴത്തിന് പാഠപുസ്തകത്തിലേക്ക് കരിയും. എൻ്റെ ഉമ്മാടെ ആഗ്രഹം ഞാൻ കലക്ടറാകല. അവൻ രാമപാൽ പഠിക്കും. എന്തുകൊണ്ട്? അവന് കലക്ടറാണ്. അവന് വടിയില്ല, അവന് വടിയുടെ ആവശ്യവും ഇല്ല. അവന്റെ മുന്നിൽ വടിയെടുക്കൽ പോലും മാഷിക്ക് ലജ്ജയാണ്. എന്തുകൊണ്ട്? ഞാനൊരു വടിയെടുക്കുന്നവനാണെന്ന് അവൻ അറിയാൻ പാടില്ല. രണ്ടാമത്തെ ഒരുത്തന് അങ്ങനെ സ്വപ്നങ്ങളൊന്നുമില്ല, പ്രതീക്ഷകളുമില്ല, ലക്ഷ്യവുമില്ല. അപ്പോൾ ചിലപ്പോൾ പഠിക്കും, ചിലപ്പോൾ ഉഴപ്പുമ്പോൾ പഠിക്കലിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉപകരണമാണ് വടി. വടി ഒരു അടിസ്ഥാന ഉപകരണമല്ല. ഇതാണ് നരകം. നരകം ഒരു അടിസ്ഥാന ആവശ്യമല്ല. പക്ഷെ ചിലർ ഉഴപ്പുമ്പോൾ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഉപകരണമാണ് എന്ത്? നരകം. നരകം ഒരു അടിസ്ഥാന ആവശ്യമാണോ? അല്ല. അല്ലാഹു തആലക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കാലോ. നരകം കൊടുക്കാം എന്ന് പറഞ്ഞ് പുറത്തു കൊടുക്കാലോ. നരകം ഒരു അടിസ്ഥാന ആവശ്യം. എല്ലാ സ്കൂളുകളിലും ചൂരൽ ഉണ്ടാകൽ നിർബന്ധമുണ്ടോ? ചൂരൽ ഉഴപ്പുന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ്. ചിലർ ചൂരലുമ്മലും മടങ്ങൂല, അവനെ പിന്നെ പുറത്താക്കും. അടി കിട്ടി അവന് തോലിന്റെ അവിടെ ഒരു മരവിപ്പ് മാറിക്കും. പിന്നെ അവൻ പഠിക്കേയില്ല. പിന്നെ ചൂരലൊക്കെ ഒരു തമാശയാണ്. അപ്പോൾ പിന്നെ ഒരു വഴിയുള്ളൂ, എന്ത്? പുറത്താക്കുക. എന്നാൽ മറ്റേയാൾക്ക് ഇതൊന്നും പതകല്ല. റമദാൻ അവസാനിക്കുന്നത് വരെ തറാവി നിസ്കരിച്ചു. എല്ലാ നല്ല കാര്യം ചെയ്തവൻ ഇപ്പോൾ തെറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും. 10,000 ലക്ഷങ്ങൾ. എന്തുകൊണ്ട്? അവർ ഭയപ്പെട്ടത് നരകത്തെയാണ്. നരകം ഒഴിവായി എന്നാണ് അവരുടെ പ്രതീക്ഷ. അതേ സമയത്തോ രണ്ടാമത്തെ ആൾ, അതായത് ഒന്നാമത്തെ ആൾ, അയാൾക്ക് നരകം പ്രശ്നമില്ല. എന്നാ പ്രശ്നമല്ലേ? പ്രശ്നമാണ്. എന്നോട്ട് പ്രശ്നമല്ല. അള്ളാഹു ഇവന് തമ്മിലൊരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് ഇവന്റെ മാനദണ്ഡം. എങ്കിൽ തെറ്റയില്ല. ഇതാണ് വിഷയം. അപ്പൊ നന്നാകൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. ബഹുമാനപ്പെട്ട അബൂൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വരി ഞാൻ ഇന്ന് നിങ്ങൾക്ക് വായിക്കാം. ഒരു മഹാൻ പറഞ്ഞു, മുൻദു 20 സന, 20 കൊല്ലമായി മാ ഖതറ അലാ ഖൽബി ശൈഉൻ സിവല്ലാഹ്, എന്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ ഒന്നും 20 കൊല്ലമായി വന്നിട്ടേയില്ല. അപ്പോൾ അയാൾക്ക് പ്രശ്നം എന്താ? അള്ളാഹു സ്വർഗം വന്നിട്ടില്ല, നരകം വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. എന്ത് മാത്രം? അള്ളാഹു മാത്രം. നരകം വന്നിട്ടില്ല, നരകമില്ല, ഒന്നും വന്നിട്ടില്ല. അല്ലാഹ് 20 കൊല്ലമായി ഔലിയാക്കളിൽ ചിലർ പറഞ്ഞു, എന്റെ കൽബിൽ 20 കൊല്ലമായി അള്ളാഹു അല്ലാതെ ഒരാളും വന്നിട്ടേയില്ല. കൽബ് നിറയാമോ? അതാണ് ഈമാൻ. അള്ളാഹു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു തരട്ടെ. അങ്ങനെ അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നമാണ് ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത്. കയറിയിരിക്കും, ലേശം കയറിയിരിക്കും. ഇതാ അഹ്ബബ്ത റബ്ബക ലം തസ്തഅമിൽ ജവാരിഹക ഇല്ലാ ഹുവ യുഹിബ്ബു ഇല്ലാ ഫീമാ ഹുവ യുഹിബ്ബു. നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഇഷ്ടമില്ലാത്തൊരു കാര്യം നിന്റെ അവയവം കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ നരകം ഒരു വിഷയം തന്നെയല്ല. ആ അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഈമാനെത്തി ഇല്ലേ? എത്തിയിട്ടില്ല. ഇപ്പോൾ നരകത്തിനോട് കിടക്കുക, തിരിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. നമ്മളിപ്പോ എന്താ, നമുക്ക് പല കാര്യം ചെയ്യണമെന്നുണ്ട്. എന്താ ചെയ്യാത്ത? നരകം. അപ്പൊ നമ്മളെ ഭയത്തുമലാക്കണം. എന്തിന്റെ ഭയം? നരകത്തിന്റെ ഭയം, സ്വർഗത്തിന്റെ ആഗ്രഹം. അത് രണ്ടിനും ഒഴിവാക്കളി. അതിന്റെ അപ്പുറത്തേക്ക് കയറി. എന്തേ? നീ ഒന്നും ചെയ്യൂല, ചെയ്യണേ. എന്തുകൊണ്ട്? നിന്റെ മെഹബൂബിന് അത് ഇഷ്ടല്ല. ഈ രണ്ടാളും ഫ്രണ്ടാ.
ഈ രണ്ടാളും, ഇവൻ ഭാര്യയെ പേടിച്ച് വീടി വലിക്കുന്നില്ല, ഇവൻ ഭാര്യയെ സ്നേഹിച്ച് വീടി വലിക്കുന്നില്ല. ഭാര്യ പേടിച്ച് വീടി വലിക്കാതിരിക്കുന്നവൻ ഭാര്യ വിരുന്നു പോകുന്ന സമയത്ത് രണ്ടാളൊപ്പം ഇരിക്കുമ്പോൾ പഴമാട്ടം വന്ന് എന്ത് ചെയ്യും? സിഗരറ്റ് പാക്ക് എടുത്ത് വലിക്കും. അപ്പൊ മറ്റോ ചോദിക്കും, മരിച്ചെന്താ വലിക്കുന്നത്? ഒളിഞ്ഞു വരാൻ ഒരാഴ്ച എടുക്കും. എന്താ വലിച്ചാൽ? അപ്പൊ മറ്റേ പറയും, നിന്റെ ഒക്കെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നു. അങ്ങനെ അത്ര എന്റെ ഭാര്യക്ക് അത് ഇഷ്ടമല്ലാതെ ഈ വലിക്കുക. ഭാര്യ ഒരാഴ്ചക്ക് വിരുന്നു പോയ സ്ഥിതിക്ക് ഇപ്പം വലിക്കും. ഇപ്പം മരിച്ചോ, ഭാര്യ മരിച്ചാൽ പേടിയെടുക്കും. എന്തുകൊണ്ട്? എന്റെ കുഞ്ഞാക്ക് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല, എന്റെ പെണ്ണിനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓള് മരിച്ചില്ലേ, മരിച്ചാൽ ഓക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഓൾക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യൂല. അതിഷ്ടമാണ്, ഇത് പേടിയാണ്. എന്തിനാ ഇഷ്ടം? എന്തിനാണ് ഇഷ്ടം? എന്തിനിഷ്ടം? എന്തിനിഷ്ടം? എന്തിനാണ് ഇഷ്ടം? ഓൾ ഉണ്ടാക്കി തന്നെ കറിയോ? ഓൾ ഉണ്ടാക്കി തന്നെ കറിയായാൽ ഓൾ മരിച്ച ചെയ്യലോ ഞാൻ വൃത്തിയോട്. ഓൾ ഉണ്ടാക്കി തന്നെ കറിയല്ല ഇഷ്ടം, ഓളെ ഇഷ്ടം. ഇതന്നെ അവിടേക്ക് എത്തിയോ? രക്ഷപ്പെട്ടു. അപ്പൊ ഈ മഹബത്തില, ഈമാനില്ല. ഈമാൻ മഹബത്ത. ഇല്ലെങ്കിൽ ഇനി പറഞ്ഞുതരും, ഈമാൻ ഹൗഫല്ല, ഈമാനിൽ ഹൗഫ് ഉണ്ടാവും. ഈമാൻ എന്നാൽ മഹബത്ത, അള്ളാഹിനോട് ഇഷ്ടം. അള്ളാഹു മരിച്ചു പോകാൻ സങ്കല്പനല്ല. അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞാലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യൂല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, എനിക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യൂല, ഞാൻ വിചരിക്കൂല. എന്തേ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ഞാൻ കല്ലുടിക്കൂല. എന്തേ? അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, എനിക്ക് അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കും. എന്തേ? നേരത്തെ നിസ്കരിക്കാതിരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. സ്വർഗല്ല, സ്വർഗല്ല. ഇതാ അഹ്ബബ്ത റബ്ബക, നീ നിന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടാൽ, ലം തസ്തഅമിൽ ജവാരിഹക ഫിമാ യുഹിബ്ബുഹു, അല്ലാഹു ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ നിന്റെ അവയവത്തെ നീ ഉപയോഗപ്പെടുത്തില്ല. എപ്പോൾ? നീ അല്ലാഹുവിനെ പറ കുട്ടി, പറ കേറി വാ. ഇതാ അഹ്ബബ്ത റബ്ബക, നീ നിന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടാൽ, ലം തസ്തഅമിൽ ജവാരിഹക, നിന്റെ അവയവങ്ങളെ നീ ഉപയോഗപ്പെടുത്തുകയില്ല. ഇല്ല ബിമാ യുഹിബ്ബുഹു, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഷയത്തിലല്ലാതെ. എന്റെ അല്ലാഹുവിനെ നിനക്ക് ഇഷ്ടാണ്, അതാണ് ഈമാൻ. അതാണ് ഈമാൻ, അതാണ് ഈമാൻ, അതാണ് ഈമാൻ. അവിടേക്ക് എത്തിയോ? അതാണ് ഈമാൻ. അവിടേക്ക് എത്തിയോ? അതാണ് ഈമാൻ. അതന്നെ ഈമാൻ. അല്ലാത്തവൻ ഉംറക്ക് പോയാലും തെറ്റിയും. തൻ്റെ വീട്ടിൽ നിന്ന് 9 മഴകൾ കഅബയിലേക്കുള്ളൂ. ആ പെണ്ണ് ഒരിക്കൽ പോലും വിഗ്രഹമുള്ള കഅബയിലേക്ക് കയറിയില്ല. ആരാ പെണ്ണ്? ഖദീജ. അന്ന് ഖദീജക്കറിയോ നരകത്തിൽ മലക്കുകളുണ്ട്, അവർ പിടിച്ചത് നരകത്തിലുണ്ടെന്ന് ഖദീജക്കറിയോ? ഇല്ല. എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരിടത്തേക്ക് ഞാൻ കയറൂല. അത് കഅബയാണെങ്കിൽ കയറൂല. കഅബല്ലേ കയറിക്കൂടെ? ഇല്ല, കയറൂല. ഈ വിവരം ഖദീജക്കാര് കൊടുത്തു. അന്ന് മനസ്സിലായില്ലേ? അന്ന് മുത്തുനബിയെ കിട്ടിയിട്ടില്ല, മുത്തുനബിക്ക് അനുഭവത്ത് കിട്ടിയിട്ടില്ല. ഖദീജ കയറൂല. എന്തേ? അതൊരു പ്രേമം. ആരോട്? അള്ളാഹുവിനോട്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഖദീജ ചെയ്തിട്ടില്ല എന്ന്. നിയമങ്ങളൊക്കെ പിന്നെ നിയമങ്ങളിൽ ഏറിയ കൂറും വരുന്നതും ഖദീജ മരിച്ചിട്ടാണ്. കള്ള് ഹറാമായത് ഖദീജ മരിച്ചിട്ടാണ്. കള്ള് പള്ള നിറച്ച് കുടിച്ചിട്ട് കുത്തം പറയുന്ന പെണ്ണുങ്ങൾ അന്ന് മക്കയിലുണ്ട്. ഖദീജ ഒരു കള്ള് കുടിക്കോ വാസനിക്കോ ചെയ്തിട്ടില്ല. ഇത് പൈസക്കാരത്തിയാ കുടിച്ചൂടെ? കുടിച്ചില്ല. എന്തേ? അതിന്റെ റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. ഹറാമാണെന്ന് ആയത്തുറങ്ങിയിട്ടില്ല. എന്തേ? ഒരു വിഗ്രഹത്തിന് ഖദീജ കുമ്പിട്ടിട്ടില്ല. ജാഹിലിയ്യ കാലത്ത് ഖദീജ ബീവിക്ക് മക്കക്കാർ കൊടുത്ത ഓമന പേര് അത്വാഹിറ. ആ ഖദീജയെ മയ്യത്ത് നിസ്കരിക്കാതെ മറവീര്. എന്തേ? അന്ന് മയ്യത്ത് നിസ്കാരവും ഷറാക്കിയിട്ടില്ല. എന്തേ? അതിൻ്റെ ഒന്നും ആവശ്യം ആർക്കില്ല, ഖദീജക്കില്ല. ഖദീജക്ക് അത്ര ഇഷ്ടം ആരെ? അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ് ആരെ? ഖദീജയെ. ഇത് മഹബത്ത, അതാ മഹബത്ത്. പിന്നോട് നിയമം പറയേണ്ടതില്ല. നിയമം മനസ്സ് പറയും വേണ്ട. അതാണ്
അപ്പോൾ നമ്മൾ ഈമാനിലേക്ക് കയറണം. എന്താ ഈമാൻ? ഈമാൻ എന്നാൽ മഹബ്ബത്താണ്. മൻ അഹബ്ബല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ ലം യസ്തഅമൽ ജവാരിഹു, അവന്റെ അവയവത്തെ അവൻ പണിയെടുപ്പിക്കുകയില്ല. ഇല്ലാ ഫീമാ യുവാഫിഖു മഹ്ബൂബഹു, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യത്തിലല്ലാതെ. വഅൻഫാസുഹു, അവന്റെ ശ്വാസങ്ങളെല്ലാം കുല്ലുഹാ, എല്ലാം മഹ്ഫൂളത്തുൻ ബിത്വാഅ, അവന്റെ ഓരോ ശ്വാസവും ആരാധനയായിരിക്കും. എന്തുകൊണ്ട്? ഓരോ ശ്വാസത്തിലും ആരായിരിക്കും ചിന്ത? മഹ്ബൂബ്. അവരെ പറ്റിയാണ് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി. അല്ലാതെ പെരുന്നാൾ അവന് കള്ളിന്റെ കുപ്പി പൊട്ടിക്കുന്നവരെ പറ്റി അല്ല പറഞ്ഞു. ഒരു പറഞ്ഞ ഓനെ വജ്ജത്ത് പച്ച നോണയാണ്. അവരേന്ന് പറയണ്ട, നമ്മളെ വജ്ജത്തും പച്ച നോണ, നമ്മളെ വജ്ജത്ത് പച്ച നോണയാണ്. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, മനസ്സിക്ക് എൻ്റെ എല്ലാ ആരാധനകളും, മഹയായ എൻ്റെ ജീവിതവും, മമാത്തി എൻ്റെ മരണവും എല്ലാ അള്ളാഹു തആലക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കുതിര വിട്ടുന്നല്ലേ? അതെങ്ങനെ അള്ളാഹു തആലക്കാകുക? നമ്മളെ വജ്ജത്ത് പച്ചനോണയാണ്. ഒരു മനുഷ്യന്റെ വജ്ജത്ത് നേരെയാകണമെങ്കിൽ അവന്റെ അംഫാസ്, ശ്വാസം താഴ്ത്താകണം. എങ്ങനെ ശ്വാസം താഴ്ത്താകുക? ശ്വാസം ആരാധനയാണ്. എന്ത്? ഒരു ദിക്റാണ് ഇവിടെ കയറി വന്നത്. അള്ളാഹു എന്ന ഓർമ്മ, അള്ളാഹു എന്ന ചിന്ത, ഒന്നുമില്ല. പ്രേമത്തിനൊരു സ്വഭാവമുണ്ട്, മഹ്ബൂബിനെ മറക്കാൻ കഴിയില്ല. മഹ്ബൂബിനെ മറക്കാൻ കഴിയുകയില്ല. പിന്നെ ഞാനിവിടെ നമ്മളെ ക്ലാസ് അവസാനിക്കുന്ന ദിവസം ഒരാളുടെ ഒരു പൈസ വിളിച്ചു പറഞ്ഞു. ഇന്നാൾ ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്, 10,000 രൂപ. ഒരു പുരുഷൻ ആർക്കാ? മരിച്ചുപോയ അയാളുടെ യുവതിയായ, മരിച്ചുപോയ യൗവനകാലത്ത് മരിച്ചുപോയ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി അയാൾ 10,000 രൂപ. പിന്നെ അയാൾ കല്യാണം കഴിച്ചില്ല. എന്തുകൊണ്ട്? അവളെ സ്ഥാനത്തിന് വേറൊരാളെ വെക്കാൻ കഴിയില്ല. കൊല്ലങ്ങൾ കഴിഞ്ഞു, അയാൾക്ക് കൊല്ലം ഒരു 10,000 രൂപ തന്നു. എന്റെ പെണ്ണുങ്ങൾ കണ്ടു. ഇയാൾക്ക് ആരോഗ്യമുള്ള കാലത്ത് അയാൾ കല്യാണം കഴിച്ചില്ല. എന്തുകൊണ്ട്? അവളെ സ്ഥാനത്തിന് ഒരാളെ കാണാൻ കഴിയില്ല. ഹലാലല്ലേ? വേറെ ആളെ കല്യാണം കഴിക്കൽ ഹലാലാണോ? അല്ലേ? ആണ്. അയാൾ ചെയ്തില്ല. എന്തുകൊണ്ട്? ആ സ്ഥാനത്തിന് വേറെ ആളെ വെക്കാൻ പറ്റൂല, കഴിയില്ല ഇയാൾക്ക്. അത് പ്രേമാണ്, അന്യപ്രേമം. വളരെ ഇതന്നെ. അപ്പൊ ഇയാളെ ശ്വാസം മുഴുവൻ എന്താ? ഓളെ ചിന്തയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ വളരെ ചിന്തിക്ക്. നമുക്ക് അവിടെ എത്തിക്കൂടെ? ലേശം പണി അത്രേ ഉള്ളൂ. കള്ളുടിക്കൂല, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. വ്യഭിചരിക്കൂല, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. മോഷ്ടിക്കുകയില്ല, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. കള്ളസാക്ഷ്യം പറയൂല, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. നിസ്കരിക്കും, എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. നോമ്പോൽക്കും, എന്താ? അതാ അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. ഖുർആൻ ഓതും, എന്തുകൊണ്ട്? അത് അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. അപ്പൊ ഇയാളെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ഇഷ്ടം. അള്ളാഹ് മെഹബൂബാണ്. അപ്പൊ അള്ളാഹു മെഹബൂബാണ്. ഇയാൾ മെഹബൂബാണ്. അള്ളാഹു മെഹബൂബാണ് ഇയാൾ. ഖദീജ ബീവിക്ക് ഒരിക്കൽ സയ്യിദ്നാ ജിബ്രീൽ ഇറങ്ങി വന്നു. വഹയുണ്ടോ? വഹയില്ല. പിന്നെ എന്തിനു വന്നു? അള്ളാഹു യുഖ്രിഉ അലാ ഖദീജ അസ്സലാം, ഖദീജക്ക് ഒരു സലാം പറയാൻ വേണ്ടി എന്നെ പറഞ്ഞു. ഇതുപോലത്തെ ഒരു അത്ഭുതം എൻ്റെ ചരിത്രത്തിന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായില്ല? ഒരിക്കൽ ജിബ്രീൽ വരികയാണ്, മക്കായിലേക്ക് ജിബ്രീൽ വരികയാണ് അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, ഹബീബൻ എന്തേ വന്നു? വഴിയുണ്ടോ? പിന്നെന്തേ? സലാം പറയണം. ആർക്ക്? ഖദീജ ബീവിക്ക്. അപ്പോൾ റസൂൽ വിളിച്ചു അകത്തേക്ക്, ഖദീജ ഹദാ ജിബ്രീൽ യുഖ്രിഉ മിനല്ലാഹി അലൈകി സലാം. നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല, അത് പറയാൻ വേണ്ടി വന്നോ? ജിബ്രീൽ. വേറൊരു ഭാര്യക്കും സലാം പറയാൻ വേണ്ടി ജിബ്രീൽ വന്നിട്ടില്ല. ആരെയും അത്ര ഇഷ്ടമാണ്. ആർക്ക്? അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആരെ? എന്തുകൊണ്ട്? നബി വരുന്നതിന് മുമ്പേ, നബിയാവുന്നതിന് മുമ്പേ അള്ളാഹിന് അത്ര ഇഷ്ടമാണ്. ആർക്ക്?
ഖദീജക്ക്. അതുകൊണ്ട് അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ് ആരെ? ഖദീജ ബീവി. നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് ജിബ്രീൽ, അള്ളാഹിന് സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖദീജ ബീവി ഭാര്യമാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമതി ആര് എന്ന ചർച്ച നടന്നിട്ടുണ്ട്. അതിൽ ചില ആളുകൾ പറഞ്ഞു ആയിഷ ബീവിയാണ്. എന്നാൽ പ്രധാന അഭിപ്രായം ഖദീജ ബീവി. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഞാൻ എങ്ങനെ സലാം മടക്കണം? അള്ളാഹ് തന്നെ സലാം അല്ല. ഇതൊന്നും ഫത്വ കൊടുത്തിട്ടല്ല, അങ്ങനെ തന്നെ പറഞ്ഞു. ആര്? ഖദീജ. ഈ ഖദീജക്ക് നിയമങ്ങളൊന്നും അറിയില്ല, നിയമങ്ങളൊന്നും വന്നിട്ടില്ല. ആരെ അറിയും? അള്ളാഹനറിയും. നമുക്കൊക്കെ അറിയും, അള്ളാഹനറിയില്ല. നമുക്ക് തോന്നിയാസം ചെയ്യാൻ അറിയും. തോന്നിയാസം ചെയ്താൽ അതിന് മാറ്റുമരുന്ന് അറിയും. മണ്ണെണ്ണ കുട്ടി കുടിച്ചാൽ, നിന്റെ കുട്ടി മണ്ണെണ്ണ കുടിച്ചല്ലോ എന്നാണ് കരിയില്ല. നമ്മൾ ഭാര്യയോട് പറയും മണ്ണെണ്ണ കുടിച്ചു കുട്ടി. അപ്പൊ നമ്മളെന്ത് പറയും? കുറച്ച് സവാള എടുത്തിട്ട് നെക്കി പിഴിഞ്ഞ് കൊടുത്തളാം. സവാള നെക്കി പിഴിഞ്ഞ് കുടിച്ചു. കുട്ടി പിന്നെ കളിക്കാൻ പോയി. പ്രശ്നമില്ല. കുട്ടി മണ്ണെണ്ണ കുടിച്ചു, നമ്മൾ ലേശം ഉള്ളി നെക്കി പിഴിഞ്ഞ് കുട്ടി കുടിച്ചു. അപ്പോ വിഷമായി, മാറ്റി മരുന്നുമായി. അപ്പൊ ഇനിയും മണ്ണെണ്ണ കുടിക്കാൻ പ്രശ്നമില്ല. നിങ്ങളുടെ കൂടെ ഇല്ല. നമ്മളെ പേപ്പിച്ചത് നമുക്കറിയുന്ന നിയമങ്ങളാണ്, പുറത്തു പറയേണ്ട. നമുക്കറിയുന്ന നിയമങ്ങൾ. റമളാൻ മാസത്തിൽ ഭാര്യയെ സമീപിച്ചാൽ എന്താ ചെയ്യുക? നിയമം നമുക്കറിയും. അയിമലൊക്കെ എത്ര വരികയുള്ളൂ, അയിമലൊക്കെ എത്രയല്ലട വരിക. ഹജ്ജിന് ഏറാൻ കെട്ടിയതിനു ശേഷം ഭാര്യയെ കണ്ടുമുട്ടി, ഭാര്യയെ സമീപിച്ചു. അയിമലൊക്കെ എത്രയല്ലേ വരുള്ളൂ, നമുക്കറിയില്ലേ? ആടല്ല, ആനനെ ഇറക്കണമെങ്കിൽ നമ്മളടുത്ത് പൈസയും. അള്ളാഹ് പറയാണ് ഏറാൻ കെട്ടിയതിനു ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ആടിനിറക്കണം എന്നാണ്. ആട ആനാണ് നമ്മളെടുക്കും. എന്നോട് പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തില്ല, അന്ന് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പ്രശ്നമുള്ള ഒരു കാര്യവും ഇല്ലെന്ന്. ഇനി മഹേശ്വരൻ നല്ല ചോദിക്കാണ്, ജയറാൻ കെട്ടിയിൽ ഇങ്ങനെ ചെയ്തില്ലേ? ഇനി ആടി നേർത്തല്ലോ, ഇപ്പൊ ചൂടല്ലേ? ആ ജാതി വർത്തമാനം പറയരുത്. ജയറാൻ കെട്ടിയിൽ ഭാര്യയെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ അപ്പുറത്തെ പേജിൽ അത് ആജ് നേമർക്കില്ലേ? ആര് നടത്താൻ മതി? മൂരി നടത്താൻ മതി, ആന നടത്താൻ മതി, 25 ആന നടത്താൻ മതി. 25 ആന ആൾക്കാരോ അക്കഞ്ച വാപ്പ നയിച്ച മുതലല്ലേ? ഞാൻ ഇവിടെ അയിമ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ? മനസ്സിലായോ? നിയമങ്ങൾ കൊണ്ട് ഓട്ടയടിക്കും തമ്മാടി. എന്നാൽ മുഅ്മിനായ മനുഷ്യന് നിയമം ഉണ്ടാവില്ല. വെള്ളത്തിൽ ഓടുന്ന ഒരു അള്ളാന്റെ മെഹബൂബായ ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരു തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് പ്രകാരമാണെന്നാൽ, വെള്ളത്തിൽ ഓടി ഊളിയിടുന്ന മത്സ്യത്തെ പിടിച്ച് കരയിലിട്ടാൽ 1 മിനിറ്റ് 2 മിനിറ്റ് ചത്തും. ഇനി വെള്ളത്തിലിട്ടാലും ജീവിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ ജീവൻ പോകും, കഴിയൂല. മനസ്സിലായില്ലേ? കഴിയൂല. അള്ളാഹുവിന്റെ ഹിദ്മത്ത് മുറിഞ്ഞാൽ അപ്പോൾ അയാൾ ദുനിയാവിനെ വിടും. അയാൾ മരിച്ചു, ആ സെക്കൻഡിൽ മരിച്ചു. എന്തുകൊണ്ടില്ലേ? അള്ളാഹു വഴിപ്പെടുക എന്നത് അവരുടെ റൂഹിന്റെ ഭക്ഷണമാണ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മരിക്കും. നിസ്കാരം അവരുടെ റൂഹിന്റെ ഭക്ഷണമാണ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അവരെന്തിനാ നിസ്കരിച്ചില്ലെങ്കിൽ മരിച്ചു, നോമ്പോറ്റിൽ മരിച്ചു, കള പറഞ്ഞാൽ മരിച്ചു, കള്ളസാക്ഷി പറഞ്ഞാൽ മരിച്ചു. നമ്മൾ നിസ്കരിച്ച എന്തിന്? സ്വർഗം കിട്ടാന്. അവർ നിസ്കരിച്ച എന്തിന്? മരിച്ചു നിൽക്കാന്. അവരുടെ റൂഹിന്റെ ഭക്ഷണം എന്നാൽ ത്വാഅത്താണ്. അള്ളാഹ് വഴിപ്പെടാതിരിക്കാൻ കഴിയുകയില്ല. അവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം എന്ത് നടന്നാലും പ്രശ്നം ഉണ്ടാവില്ല. എന്താ പ്രശ്നം? അള്ളാഹ്ക്ക് അവരെ ഇഷ്ടമാണ്, അവർക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ജനതയ്ക്ക് ഇവിടെ ശത്രു വന്നാൽ എന്താ പേടി? എന്താ പേടി? മുഖദ്ദറായ റബ്ബ് തഖ്ദീർ ചെയ്ത് സംഭവിക്കും. അത് സംഭവിക്കേണ്ടതുമാണ്. മുഖദ്ദറായ റബ്ബ് തഖ്ദീർ ചെയ്തത് നടക്കും. അത് നടക്കേണ്ടതുമാണ്. വിഷമൊന്നുമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഉഹുദ് കഴിഞ്ഞപ്പോൾ
ഖുറൈശികൾ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് അരിഞ്ഞു കൊല്ലാം, പക്ഷെ കൊല്ലൂല. അടുത്ത കൊല്ലം ബദറിലേക്ക് വരി, അവിടെ ഇട്ട് കൊല്ലും. ബദറിലാണ് നമ്മൾ പകരം വീട്ടാൻ നല്ലത്. മുഅ്മിനീങ്ങൾ തിരിച്ചു വന്നു, അവർ കൃഷിപ്പണിയെടുത്തു. അപ്പോൾ മുനാഫിക്കുകൾ പറഞ്ഞു, മക്കക്കാർ ആയുധം വലിച്ചു കൂട്ടുന്നു, കണ്ടിടത്തിന് മുഴുവൻ അവർ ആയുധം വാങ്ങിക്കൂട്ടുന്നുണ്ട്. എന്തേ? നിങ്ങൾ അരിയാൻ തന്നെ അവർ തീരുമാനിച്ചു. മനസ്സിലായില്ല. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്ന ഖുറൈശികൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഇട്ട അരിയ, പക്ഷെ അരിയില്ല. എന്തേ? നമ്മൾ തമ്മിൽ കണക്ക് തീർക്കേണ്ട ബദറില്ല. ഹിജ്റ 2-ാം വർഷം ബദറുണ്ടായി, 3-ാം വർഷം ഉഹദുണ്ടായി. ഉഹദിൽ ഒരു ലേശം വലിപ്പത്തരം പറയാനുള്ള അവകാശം ആർക്ക് വന്നു? ഖുറൈശികൾക്ക്. അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് അരിയ, പക്ഷെ അരിയൂല. നിങ്ങൾ അടുത്ത കൊല്ലം ബദറിലേക്ക് വരിക, ആൺകുട്ടികളാണെങ്കിൽ അവിടെ ഇട്ടു. എന്തുകൊണ്ട്? നമുക്ക് തമ്മിൽ കണക്ക് തീർക്കാൻ പറ്റിയ സ്ഥലം ഉഹദല്ല, ബദർ. ഇങ്ങോട്ട് വരും. ഇവരത് കേട്ട് തിരിച്ചു വന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ, ബദറിലേക്ക് വരാമോ? ഇവർ തിരിച്ചു വന്നു. ഇവര് കളരിപ്പയറ്റ് തുടങ്ങി. ഇവർ തിരിച്ചു വന്നിട്ട് കരാട്ടെ, കുങ്ഫു, ഇവിടെ ബെൽറ്റ് കെട്ടി, ഇവിടെ 2 സൈഡിൽ എണ്ണ കെട്ട് ചാടി തുടങ്ങി. ഇല്ല, പാടത്ത് പണിക്കോയി, പാടത്ത് പണിക്കാരാണ്. അതിനിടയ്ക്ക് മുനാഫിക്കങ്ങളും ജൂതന്മാരും ഇവരോട് ഇങ്ങനെ പറയും, അങ്ങനെ അറിഞ്ഞോളെ അരിയും മറ്റോ ഒരുങ്ങന്നെയാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മക്കാരനെ കൂഫ ചന്തയെന്ന് കണ്ടു. അപ്പോൾ വലിയ വലിയ പീച്ചങ്കത്തിയും ബാളും വാങ്ങാം. എന്തേ? അല്ല, നിങ്ങളെ മറ്റേ ആളുകളെ അരിയാൻ വേണ്ടി ഒരുങ്ങാം. ഓ, എത്രയാ ഒരു വാങ്ങണ്. അപ്പൊ ഇവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, അതിനൊന്നും ഞങ്ങൾ ഒരുങ്ങൂല, ഞങ്ങൾക്ക് റബ്ബ് മതി. ഇവർ ആയുധം വാങ്ങി കൂട്ടുകയോ ഇവിടെ അങ്ങനെ എണ്ണ തുയ്യുകയോ ബാക്ക് ബെൽറ്റ് മറ്റ് ബെൽറ്റൊക്കെ ബ്ലാക്ക് ബെൽറ്റൊക്കെ കിട്ടി ഇങ്ങനെയും കാട്ടുകയോ, മനസ്സിലായില്ലേ? വെള്ളത്തിൽ മൂക്ക് പിടിച്ചിട്ട് 3/4 മണിക്കൂർ ഇങ്ങനെ കിടക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു പണിക്ക് പോയി, പണി രാവും പകലും പണിയാണ് അവർക്ക്. ഒരു കൊല്ലായപ്പോൾ മറ്റൊരു ഇങ്ങനെ കളിയാക്കി തുടങ്ങി, അല്ല പോണില്ലേ? അവർ പോയി, എന്നാണ്ട് അന്ന് കാണല്ലോ പോയി. എന്താ പറയുക മുദ്രാവാക്യം? എന്താ മുദ്രാവാക്യം? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇതാണ് ഹൃദയത്തിന് മുദ്രാവാക്യം. ഞങ്ങൾക്ക് റബ്ബ് മതി. ഇതിനാണ് ബദ്റുസ് സുഗ്റ എന്ന് പറയുന്നത്. 2 ബദറുണ്ട്, ബദറുൽ കുബ്രയും ഉണ്ട്, ബദറുസ് സുഗ്റയും ഉണ്ട്. ഒരു ബദർ പോയിരുന്നു, മറ്റൊരു വന്നതന്നല്ല, മറ്റൊരു വിടുവായത്തം പറഞ്ഞാണ് പോയ വിവരം അറിയാം. അവർ കരാട്ട പഠിച്ചിട്ടൊന്നുമില്ല, ഇവർക്ക് ആരുണ്ട്? അതുകൊണ്ട് മരിക്കുമോ വെച്ചാൽ നല്ലത്. അടുത്ത ആയത്തന്നെ അവർ ബദറിൽ ചില്ലറ ദിവസം താമസിച്ചു. ഖുറൈശികൾ വരുമോ എന്ന് അവസാനത്തെ പ്രതീക്ഷയും വെച്ച് അതിനിടയിൽ ബദറിലേക്ക് ചന്തക്കാർ വന്നു. ഇവരെ കയ്യിലുള്ള സാധനം വലിയ വിലക്ക് ചന്തക്കാർ വാങ്ങി. ചന്തക്കാരുടെ കയ്യിലുള്ള സാധനം ഇവരിങ്ങോട്ടും വാങ്ങി. പിന്നെ തിരിച്ചു വന്നപ്പോൾ വഴിയിൽ വെച്ച് അതെല്ലാം അവർ കച്ചവടം ചെയ്തു. വലിയ പൈസ കിട്ടി. അവർ നിഅമത്ത് കൊണ്ടാണ് തിരിച്ചു വന്നത്. എന്താ നിഅമത്ത്? ഇവിടെ കയ്യിലുള്ള സാധനം വലിയ പൈസക്ക് വിറ്റു. സാധാരണ പൈസക്ക് വാങ്ങിയിട്ട് പുറത്ത് വേറെയും വിറ്റു. ഇപ്പൊ എന്തായി? ബദർ സുഗ്റയിലേക്ക് പോയതുകൊണ്ട് എല്ലാ കാര്യവും പള്ളർച്ച് പൈസ. ലം യംസസുഹും സൂഉൻ, ഒരു രോമത്തിന് പോലും ആരും തൊട്ടില്ല. എന്തേ? അവർക്ക് ആർക്ക് മതി? അല്ലാഹ്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? അല്ലാഹുൽ ഫദ്ലിൽ അലീം. ഇന്നമാ ദാലികും ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു فلا تخافوهم وخافوني إن كنتم مؤمنين. إنما ذلك الشيطان, പിശാചിന് ഒരു പണിയുണ്ട്. യുഖവ്വിഫു ഔലിയാഅഹു, അവന്റെ ആളുകളെ പറ്റി ഭയപ്പെടുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. ബൈഡൻ എന്ന നമ്മൾ വിചാരിച്ച ആളൊന്നല്ല, ഭയങ്കര. ഓ, ഇസ്രായേൽ എന്ന ഭയങ്കര ആളുകളാണ്. അവസാനത്തെ ആളെ കൊന്നിട്ട് ഗസയിൽ പോകുള്ളൂ. അങ്ങനെയാണ്. ഓ, അങ്ങനെ പറയാം. പിശാചിനൊരു പരിപാടിയുണ്ട്. യുഖവ്വിഫു ഔലിയാഅഹു, അവന്റെ ആളുകളെ പറ്റി ജനങ്ങളോട്
പേടിപ്പിച്ചു പറയും. ഫലാ തഫാഹു, അത് നിങ്ങൾ പേടിക്കരുത്.